അനീഷ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ പ്രാദേശികമായി ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് അവരും പ്രതികരിച്ചിരിക്കുന്നത്. സിപിഎമ്മും പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി കാര്യങ്ങൾ പറയാറായിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. മറ്റ് പാർട്ടികളിൽ നിന്നോ രാഷ്ട്രീയപരമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ഇതിപ്പോ ഈ കൊലപാതകം വലിയ ഗൗരവത്തിലേക്ക് വരുന്നതിന് കാരണം ഈ കൊല്ലപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടയാളും കൊലപാതകം ചെയ്തയാളും ഒരേ പാർട്ടിയിലായി ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു വ്യക്തിവിരോധം അവർക്കിടയിൽ വരുന്നു എന്നുള്ള അന്വേഷണം, അതായത് ഇയാൾ കീഴടങ്ങിയതോടെ അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങളൊക്കെ എന്നല്ലേ വ്യക്തമാക്കുന്നത് അനീഷ്? തീർച്ചയായും വളരെ പക്വമായ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായത് നമുക്ക് പറയാം. കാരണം സാധാരണഗതിയിൽ ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നത് രാഷ്ട്രീയ ആരോപണങ്ങളായി എതിരാളികൾ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിക്കുമേലൊക്കെ വരുമ്പോൾ കൃത്യമായി അക്കാര്യങ്ങൾ പരിശോധിച്ച് ഒരു വിലയിരുത്തലിലേക്ക് എത്താം. കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും പാർട്ടിക്ക് ധാരണയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ നേരത്തെ അഭിലാഷ് എന്നയാൾ ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ നഗരസഭ ഡ്രൈവറുമായിരുന്നു. പക്ഷെ അതിനുശേഷം ആൾ അത്ര സജീവമായി പാർട്ടി പ്രവർത്തന രംഗത്ത് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തില്ലായിരുന്നു. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളാവാം ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊരു നിഗമനത്തിൽ നമുക്ക് ഇപ്പോഴും എത്താൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിപരമായ കാര്യം ഈ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ പോലീസിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരം ഈ അഭിലാഷിന്റെ ഭാഗത്തു നിന്നും തന്നെ നൽകിയിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പോലീസ് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം വിശദീകരണങ്ങൾ മുഖവിലേക്കെടുക്കില്ല എന്ന് നമുക്ക് അറിയാം. എന്താണ് കാരണം, എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. എന്തായാലും CPM നിലവിൽ ആർക്കെങ്കിലും എതിരെ ഒരു രാഷ്ട്രീയമായ ആരോപണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, എന്താണ് കാര്യങ്ങൾ എന്ന് കൂടുതൽ വിലയിരുത്തട്ടെ എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അഭിലാഷിന്റെ ഒരു പൂർവ്വകാല ചരിത്രം, അല്ലെങ്കിൽ ഈ CPM ഉള്ളപ്പോഴുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ CPM-ൽ നിന്നും അകന്ന ശേഷം എന്തെങ്കിലും മറ്റ് ആളുകളുമായുള്ള സ്വാധീനം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചു വരുന്നു. ഒപ്പം CPM നേതാക്കളും അല്ലെങ്കിൽ CPM-ന്റെ പ്രാദേശിക തലത്തിലെ ആളുകൾ കാര്യങ്ങൾ വളരെ സമഗ്രമായി അന്വേഷിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ ഈ കൊലപാതകം സംബന്ധിച്ച ഒരു പൂർണ്ണ ചിത്രം പുറത്തു വരിക തന്നെ ചെയ്യും. ശരിയാ. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും നാടിന് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കൊലപാതകമാണ് കൊയിലാണ്ടിയിൽ നടന്നിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.